ദുബായിൽ 5 ദിവസമായി തുടരുന്ന മഴയിൽ പ്രധാന ഡാമുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. റാസ് അൽ ഖൈമ, അൽ ഐൻ, അജ്മാൻ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, ഷാർജ എന്നിവിടങ്ങളിലെ വാദികളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. അതിനിടെ അസ്ഥിര കാലാവസ്ഥ മൂലമുണ്ടായ പ്രതിസന്ധി നേരിടാൻ സമഗ്രമായ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചതായി ദുബായ് പോലീസ് വ്യക്തമാക്കി. ദുബായിൽ കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന മഴയിൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിയും മഴ തുടർന്നതോടെ താപനില കുറഞ്ഞിട്ടുണ്ട്. റാസ് അൽ ഖൈമ, അൽ ഐൻ, അജ്മാൻ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, ഷാർജ എന്നിവിടങ്ങളിലെ വാദികളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഷൗഗ ഡാമിലേക്കുള്ള നീരൊഴുക്കിനും ശക്തി വർദ്ധിച്ചു. റാസ് അൽ ഖൈമയിലെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അധികൃതർ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. അൽ ഐൻ പാർക്കിന്റെ പിന്നിലുള്ള വാദികൾ നിറഞ്ഞൊഴുകുന്ന വീഡിയോകളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പലരും പങ്കുവച്ചിട്ടുണ്ട്. വാദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സന്ദർശനത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. നിയമം ലംഘിച്ചാൽ കടുത്ത പിഴ ഈടാക്കുമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. മഴ ചിത്രങ്ങൾ ചിത്രീകരിക്കാനായി വാഹനങ്ങൾ വാദികളുടെയും മലനിരകളുടെയും സമീപത്ത് നിർത്തുന്നത് അപകടകരമാണെന്നും പോലീസ് വ്യക്തമാക്കി. ശക്തമായ മഴയുള്ള സമയങ്ങളിൽ സുരക്ഷിതമല്ലാത്ത പ്രവർത്തനങ്ങൾ ജീവൻ അപകടത്തിലാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്വരകൾ, വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ, ഡാമുകളുടെ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്നതും സന്ദർശിക്കുന്നതും 1000 ദിർഹം വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ്. വാദികളിൽ പ്രവേശിച്ചാൽ 2000 ദിർഹം പിഴയും 23 ട്രാഫിക് പോയിന്റുകൾ ചുമത്തുകയും ചെയ്യും. കൂടാതെ 60 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. അതേസമയം അസ്ഥിര കാലാവസ്ഥ മൂലമുണ്ടായ പ്രതിസന്ധി നേരിടാൻ സമഗ്രമായ പ്രവർത്തന പദ്ധതികൾ ദുബായ് പോലീസ് ആവിഷ്കരിച്ചു. പൊതുജന സുരക്ഷയ്ക്കായുള്ള ഫീൽഡ് സന്നദ്ധത വർദ്ധിപ്പിക്കൽ, സാങ്കേതിക സംവിധാനങ്ങളുടെ വിന്യാസം, ഏകോപനം എന്നിവ ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയെന്ന് അധികൃതർ അറിയിച്ചു. നഗരത്തിലെ വെള്ളക്കെട്ട്, ഗതാഗത തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ എന്നിവ നേരിടാൻ വിവിധ വിഭാഗങ്ങളുടെ സഹകരണം നേരത്തെ ഉറപ്പുവരുത്തിയിരുന്നു. എമിറേറ്റിലുടനീളം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിക്കുന്നതിനൊപ്പം കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തന സന്നദ്ധത പരമാവധി ഉയർത്തുകയും ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് സഹായാഭ്യർത്ഥനകൾ സ്വീകരിക്കുന്നതിനായുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമും അവതരിപ്പിച്ചിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരണം വേഗത്തിലാക്കാനും എമർജൻസി ടീമിന്റെ വിന്യാസം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇത് സഹായകരമായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.